നമസ്കാരം. ഹൂ കെയർസ് ഇനിയും ഉറക്കെ നിലവിളിച്ച് ആക്രോശിച്ച് മൈക്കിനു മുന്നിലും പൊതുജന സമക്ഷത്തിലും വന്നു നിന്ന് ഉളുപ്പില്ലാതെ ചോദിക്കണം മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഹൂ കെയർസ് എന്ന്. സ്ത്രീകളെ പിച്ചിച്ചീന്തിയിട്ട് സ്ത്രീയുടെ മാനത്തിന് പുല്ലുവില കൽപ്പിച്ചിട്ട് ഹൂ കെയർസ് എന്ന് ഉറക്കെ അലറി വിളിച്ചപ്പോൾ ആ ഹൂ എന്ന വാക്കിന്റെ ഉത്തരമാണ് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ എന്നത്. അതിന്റെ ഉത്തരമാണ് കേരളത്തിലെ മനസാക്ഷിയുള്ള പൊതുസമൂഹമെന്ന്. രാഹുൽ എന്തു കരുതി? രാഷ്ട്രീയ ബന്ധവും ഉന്നത സ്ഥാനവും ഉപയോഗിച്ച് ഓടി നടന്ന് ഗർഭമുണ്ടാക്കിയും പെണ്ണിനെ പിച്ചു ചീന്തിയും ഗർഭചിത്രത്തിന്റെ ഗുളിക വിതരണം ചെയ്തും എന്ത് തോന്നിവാസവും നെറുകേടും വേണമെങ്കിലും കാണിച്ചു കൂട്ടാമെന്ന്. ലൈംഗികാരോപണം ഉന്നയിച്ചു വന്ന സ്ത്രീ വിവാഹിതയായിരുന്നു എന്ന് മറച്ചുവെച്ചത് തിരിച്ചറിയാതിരിക്കാൻ മാത്രം ബോധമില്ലാത്ത ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞപ്പോൾ, അവളുടെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം പോലും നട്ടലില്ലാതെ നിഷേധിച്ചപ്പോൾ, തന്റെ സൈബർ വേട്ടപ്പട്ടികൾക്ക് മുന്നിലേക്ക് ആ പെണ്ണിന്റെ ഊരും പേരും മുഖവും ഉൾപ്പെടെ എറിഞ്ഞുകൊടുത്ത് രഹസ്യറയിൽ പതുങ്ങിയിരുന്ന് ആർത്തു ചിരിച്ചപ്പോൾ രാഹുൽ എന്തു കരുതി? കണ്ണടച്ചു പിടിച്ചിരിക്കുന്ന നീതിദേവത രാഹുലിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച് കേരളത്തിലെ വിഡ്ഢികളെന്ന് രാഹുൽ കരുതുന്ന പൊതുജനം വീണ്ടും വിശുദ്ധന്റെ പട്ടം തന്ന് രൂപക്കൂട്ടിലിരുത്തുമെന്ന്. തെറ്റിപ്പോയി രാഹുലെ, തന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിപ്പോയി. യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. രാഹുലിന്റെ ആവശ്യപ്രകാരം കഴിഞ്ഞ ദിവസം അടച്ചിട്ട മുറിയിൽ 1.5 മണിക്കൂറോളം മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നടന്നിരുന്നു. തുടർന്ന് തുടർവാദം കേൾക്കാൻ വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് തുടർവാദം കേട്ട കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. കൂടുതൽ തെളിവുകൾ സമർപ്പിക്കാൻ സമയം വേണമെന്ന് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ അനുമതി ചോദിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് തുടർവാദത്തിന് മുന്നോടിയായി പ്രോസിക്യൂഷൻ രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കി. യുവതിയുമായുള്ള ചാറ്റിന്റെ പൂർണ്ണ രൂപമടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചതായാണ് വിവരം. അതിജീവിതയുടെ ചാറ്റുകളും വിവാഹ ഫോട്ടോയും അടക്കമാണ് പ്രതിഭാഗം കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയത്. അതിജീവിതയെ ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന വാട്സ്ആപ്പ് ചാറ്റുകളായിരുന്നു പ്രോസിക്യൂഷൻ കൂടുതലായി ആശ്രയിച്ചത്. കോടതി അനുമതിയോടെ പിന്നീട് കൂടുതൽ വാട്സ്ആപ്പ് ചാറ്റുകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പ്രതിഭാഗത്തിന്റെ വാദം ആദ്യം കോടതി കേട്ടു. ശേഷം പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പുതിയ തെളിവുകൾ കോടതി പരിശോധിച്ചു. തുടർന്ന് വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. അതിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള അറിയിപ്പും കൂടി വന്നതോടെ രാഹുൽ പുകഞ്ഞ കൊള്ളിയായി. പീഡനക്കേസിൽ കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിനു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി KPCC അധ്യക്ഷൻ അറിയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്നാണ് KPCC അധ്യക്ഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. നിലവിൽ സസ്പെൻഷനിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉയർന്ന പരാതികളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ആണ് അറിയിച്ചത്. ഓടിത്തളർന്നെങ്കിൽ ഇനി ഒരല്പമെങ്കിലും ഉളിപ്പ് ബാക്കിയുണ്ടെങ്കിൽ കീഴടങ്ങാനുള്ള ചങ്കുറപ്പെങ്കിലും കാണിക്കണം രാഹുൽ. രാഹുൽ എത്ര കാലം ഓടും? ആരുടെയൊക്കെ മുന്നിൽ നിന്ന് ഏതൊക്കെ നാടുകളിലേക്ക് ഓടി ഒളിക്കും? കേരളത്തിൽ രാഹുലിനെ വോട്ട് തന്നെ വിജയിപ്പിച്ച ഓരോ വ്യക്തിയുടെയും മനസാക്ഷിക്ക് മുന്നിൽ രാഹുൽ ലൈംഗിക കുറ്റവാളിയായി രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് കാരാഗ്രഹവാസത്തിന് തയ്യാറെടുത്ത് വെള്ള ഖദർ ഊരിമാറ്റി ജയിലിലെ തന്റെ നമ്പർ പതിച്ച കുപ്പായത്തിനുള്ളിലേക്ക് മാറുന്ന രാഹുലാണ്. പാർട്ടിയുടെ കൊടിപിടിച്ച കൈകളിൽ ഇനി കൈവിലങ്ങിന്റെ ഭാരമാണ് ഉണ്ടാകുന്നത്. അണികൾ ആവേശത്തോടെ KJ വിളിച്ചിരുന്ന വഴികളെല്ലാം ഇനി രാഹുൽ എന്ന വേട്ടപ്പട്ടിക്ക് മുന്നിൽ കൂകി വിളിക്കും. ഇതൊരു മുന്നറിയിപ്പാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏതൊരുവനും തെറ്റു ചെയ്താൽ ശിക്ഷ കാത്തിരിക്കുന്നുണ്ട് എന്ന് തെളിവ് സഹിതം ബോധ്യപ്പെടുത്തുന്ന അവസാന താക്കീത്.